നമസ്കാരം. നാളെ 2026 ജൂൺ മാസം 17-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ജ്യോതിഷപരമായി വളരെ അപൂർവവും അതിശക്തവുമായ ഒരു ഗ്രഹമാറ്റത്തിനാണ് നാളെ നമ്മൾ സാക്ഷ്യം വഹിക്കാനായി പോകുന്നത്. നവഗ്രഹങ്ങളിൽ ശുക്രൻ എന്ന ഗ്രഹം സൗഭാഗ്യം, പ്രശസ്തി, അംഗീകാരം എന്നിവയുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. എന്നാൽ അതേസമയം ചന്ദ്രനോ മനസ്സിൻ്റെ വികാരങ്ങളുടെയൊക്കെ അധിപനായിട്ടും വരും. അങ്ങനെ ശുക്രനും ചന്ദ്രനും ഒരേ രാശിയിൽ ഒന്നിച്ചു ചേരുന്ന സുപ്രധാനമായ ചന്ദ്ര-ശുക്ര സംയോഗം നാളത്തെ ദിവസം സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷപരമായി ഈ ഒരു സംയോഗം ലക്ഷ്മി പ്രീതിക്കും അതിലുപരി സാമ്പത്തിക അഭിവൃദ്ധിക്കും വഴി തുറക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തവണ കർക്കിടകം രാശിയിലാണ് ഈ അപൂർവ സംഗമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്കും അതിൽ വരുന്ന നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനലാഭവും കർമ്മ മേഖലയുമായി ബന്ധപ്പെടുത്തിയും ചില മുന്നേറ്റങ്ങളൊക്കെ വരുന്നതായ ദിവസവും സമയവും ആകുന്നു നാളെ. അപ്പോൾ നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ പൂർണ്ണമായും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ദിവസം ചന്ദ്രൻ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഈ ശുക്രൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ജലരാശിയായ കർക്കിടകത്തിൽ ഈ രണ്ട് ശുഭഗ്രഹങ്ങൾ ഒന്നിക്കുമ്പോൾ അത് സാമ്പത്തികമായും വലിയ മാറ്റങ്ങൾക്കായിരിക്കും വഴി തുറക്കപ്പെടുന്നത്. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നാളത്തെ ദിവസം ചില പ്രധാന കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ചില ഡെപ്പോസിറ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. പണമിടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. കർമ്മ മേഖലയിൽ വലിയൊരു ബ്രേക്ക് പ്രതീക്ഷിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സമയവും ദിവസവുമാണ്. പക്ഷേ എല്ലാ നക്ഷത്രക്കാർക്കുമല്ല, 5 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ഒരു പ്രത്യേക മാറ്റങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരൊക്കെയാണ്, അവർ നാളെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ചന്ദ്ര-ശുക്ര സംയോഗം ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്ന, നാളത്തെ ദിവസം ഏറ്റവും ഭാഗ്യദായകമായി ഇത് മാറുന്ന 5 രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിയാണ്. അപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഈ സംയോഗം നടക്കുന്നത് തന്നെ കർക്കിടകം രാശിയിലാണ്. അതിൻ്റേതായ ഒരു ഗുണവും കൂടി നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. രാവിലെ മുതൽ തന്നെ അപ്രതീക്ഷിതമായ ചില ധനലാഭത്തിനുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് കിട്ടില്ല എന്ന് പറഞ്ഞ ധനം പോലും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് മൊബൈൽ നോക്കുമ്പോൾ അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകുമെന്നും. അപ്പോൾ അങ്ങനെയുള്ള ചില ശുഭകരമായ വാർത്തകൾ കേൾക്കാനൊക്കെ നാളത്തെ ദിവസം ഭാഗ്യമുണ്ട്. തൊഴിൽ രംഗത്തും ചില അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ദീർഘനാളായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ നാളത്തെ ദിവസം അല്പം നീക്കുപോക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുവഴി അല്പം സന്തോഷം, അല്പമല്ല ഒരുപാട് സന്തോഷമുണ്ടാകും. ഒരുപാട് നാളുകളായി തടസ്സപ്പെട്ട് കിടന്ന ഒരു കാര്യം പെട്ടെന്ന് ആ തടസ്സം മാറി മുന്നോട്ട് വരുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വാർത്ത കേൾക്കാൻ കഴിയുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാകില്ലേ? അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരണമെന്നില്ല. അത് ഓരോ ഗ്രഹങ്ങളുടെ മാറ്റം വരുമ്പോൾ അത് ഇന്ന രാശിക്കാർക്കായിരിക്കും ദിവസം ഗുണകരമായി മാറുന്നത്. ഇവിടെ നിങ്ങൾ കർക്കിടകം രാശിയിലാണ് ഈ മാറ്റം നടക്കുന്നത്. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകരമായി സന്തോഷകരമായ ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി രണ്ടാമത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ സ്വന്തം രാശി കൂടിയാണ്. അപ്പോൾ ഇടവം രാശിക്കാർക്കും സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ചില ലാഭകരമായ സൂചനകൾ നാളെ ലഭിക്കും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ പണമൊക്കെ കൈവശം വന്നു ചേരാനും നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നുണ്ട്. പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം ഏറ്റവും മികച്ച ഒരു സമയം, ഏറ്റവും മികച്ച ഒരു ദിവസമാണ് നാളെ എന്ന് പറയാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ കൂടി നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഇനി മൂന്നാമത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും നാളെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ചില സന്തോഷ വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതായ ഒരു ദിവസമാണ് നാളെ ജൂൺ മാസം 17-ാം തീയതി. അപ്പോൾ നാളത്തെ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന തുലാം രാശിക്കാർക്കും നല്ല ഒരു വർഷക്കാലം ശുഭകരമായി തന്നെ, കാരണം ഒരു തുടക്കം ഉണ്ടാവുകയാണ്.
അടുത്തൊരു വർഷത്തിൻ്റെ തുടക്കമാണ് ഒരു പിറന്നാളെന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ശുഭകരമായിരിക്കും. വിട്ടുമാറാതെ നിന്നിരുന്ന ചില അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, അല്ലെങ്കിൽ വിട്ടുമാറാതെ നിന്നിരുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ശാശ്വതമായ പരിഹാരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ അതല്ലെങ്കിൽ ജോലിയില്ലാതെ വിഷമിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ജോലി ലഭിക്കുന്ന ചില ശുഭസൂചനകളോ ഒക്കെ വന്നു ചേരും. അവിവാഹിതരായി നിൽക്കുന്ന ആളുകൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ നാളത്തെ ദിവസം ഭാഗ്യകരമായി മാറുന്നുണ്ട്. അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിയാണ്. ഇവിടെ ചന്ദ്ര ശുക്ര സംയോഗം വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്നത് വലിയ തൊഴിൽപരമായ അംഗീകാരങ്ങളെ ആയിരിക്കും. സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നാളത്തെ ദിവസം നല്ല ഒരു വമ്പൻ ദിവസം തന്നെയായിരിക്കും. ഇതുവരെയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇന്ന് നല്ല രീതിയിലൊരു കൊയ്ത്തുണ്ടായിരുന്നു, നല്ല ചാകരയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്ന് പറഞ്ഞതുപോലെ നല്ല രീതിയിലൊരു ബിസിനസ് കാഴ്ചവെക്കാൻ നാളത്തെ ദിവസം സാധിക്കും. സമൂഹത്തിൽ ചില ബഹുമാനവും ആദരവും ഒക്കെ ലഭിക്കുവാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാർക്കും നാളത്തെ ദിവസം ബുധനാഴ്ച കൂടിയാണ്. വളരെയധികം ഭാഗ്യപ്രദമായ ദിവസം തന്നെയാണ്. നിങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നതായ ചില പണം ഇടപാടുകൾ അല്ലെങ്കിൽ കടം കൊടുത്ത തുക കിട്ടാതിരുന്നതാണെങ്കിൽ നാളത്തെ ദിവസം അത് അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട്. കുടുംബാന്തരീക്ഷം നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സമാധാനം തരും. പ്രിയപ്പെട്ടവരുമായി മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനുള്ളൊരു അവസരം നാളത്തെ ദിവസം ഉണ്ടാകും. അപ്പോൾ പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ പ്രണയം തുറന്നു പറയാനോ അല്ലെങ്കിൽ അകന്നിരുന്ന രണ്ട് ബന്ധുക്കളാണെങ്കിൽ വീണ്ടും അകൽച്ച മാറി ഒന്ന് സംസാരിച്ച് അന്ന് എല്ലാം ക്ലിയറാക്കാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം അനുകൂലമായി വരുന്നുണ്ട്. പുതിയ ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനും വൈകുന്നേര സമയമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായി വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വൈകുന്നേരം ചില സന്ധി ചർച്ചകളൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ അനുകൂല സമയമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമാണ്. അപ്പോൾ നാളത്തെ ദിവസത്തെ പോസിറ്റീവ് എനർജി പൂർണ്ണമായും നമ്മളിൽ തന്നെ നിലനിർത്താൻ ചില ലളിതമായ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ നാളെ ഈ 5 രാശിക്കാരും ബുധനാഴ്ച ദിവസമാണെന്നറിയാമല്ലോ, വെള്ള നിറത്തിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ക്രീം നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി വെള്ള നിറത്തിലുള്ള വസ്ത്രം ഇല്ല, അല്ലെങ്കിൽ ആ വെള്ള തന്നെ ധരിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു, ഒരു കർച്ചീഫ് ഉണ്ടല്ലോ വെള്ള നിറത്തിൽ, കാണാതിരിക്കില്ല വീട്ടിൽ, ആ കർച്ചീഫ് കയ്യിൽ കരുതിക്കൊണ്ട് പോവുക. അല്ലെങ്കിൽ ക്രീം നിറത്തിലുള്ള വസ്ത്രത്തിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ നാളെ മാനസികമായൊരു ബാലൻസിങ് ഉണ്ടാകുന്നതിനും കൂടാതെ ലക്ഷ്മി കടാക്ഷം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനൊക്കെ ഇതുവഴി സാധ്യമാകും. ഇനി അതുകൂടാതെ ഈ 5 രാശിക്കാരായ ആളുകൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നാളത്തെ ദിവസം വൈകുന്നേരം ഒരു നെയ്ദീപം ദേവിക്ക് കത്തിക്കുക. പൂജാമുറി ദേവി ചിത്രം കാണുമ്പോൾ എല്ലാ ഗൃഹങ്ങളിലും ഉണ്ട് ദേവി ചിത്രം. ആ ചിത്രത്തിന് മുന്നിൽ ഒരു ചിരാതെടുത്ത് അല്പം നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ. നാളെ മുതൽ നല്ല ഒരു ശുഭകരമായ തുടക്കമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ ചന്ദ്ര ശുക്ര സംയോഗം നൽകുന്ന ഈ അപൂർവ ഭാഗ്യം വിവേകത്തോടെ ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ജ്യോതിഷ ചിന്തനവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.